കോടികൾ വിലമതിക്കുന്ന ലംബോർഗിനി സ്വന്തമാക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും. എല്ലാവരുടെയും അല്ല. കണ്ണൂർ മാവിലായി സ്വദേശി സരിൻ ചെയ്തത് മറ്റൊരു കാര്യമാണ്. വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ തൻ്റെ സ്വന്തം സ്റ്റൈലിൽ വീട്ടുമുറ്റത്ത് ലംബോർഗിനി സരിൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ലെവലിൽ നിന്ന് ഒരു ലംബോർഗിനി. ഒരു ലംബോർഗിനി അകത്ത് കയറണം, അത് ഓടിക്കണം എന്നൊക്കെ ഉള്ളത് ദീർഘകാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും സാധിച്ചു. അതുമായിട്ട് ഒറിജിനൽ അല്ലെങ്കിൽ പോലും അതുമായിട്ട് ഏറെ സാദൃശ്യമുള്ള ലംബോർഗിനിക്ക് അകത്ത് തന്നെയാണ് കയറിയത്. എന്തായാലും ഇതുണ്ടാക്കിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സരിൻ. സരിൻ്റെ എത്ര വർഷത്തെ അധ്വാനമാണ് ഈ വാഹനം? ഇതിപ്പം കറക്റ്റ് ഒരു വർഷത്തെ അധ്വാനം. ഒരു വർഷമായിട്ടാണ് തുടങ്ങിയത്. ഈ ലംബോർഗിനി ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ലംബോർഗിനി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം തൊട്ട് തുടങ്ങിയത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സരിൻ്റെ ഈ കാറിനെ പറ്റിയിട്ടാണ് ചർച്ചകളൊക്കെ. അതെ അതെ, ഞാനിത് ചെറുതിലെ ഈ യൂട്യൂബേഴ്സിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അവിടെ കൂടി ചെയ്തതാണ് ഈ ഒരു സാധനം. ഈ വണ്ടിയുടെ എഞ്ചിൻ എന്താണ്, ഇതിൻ്റെ പാർട്സ് ഒക്കെ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിച്ചത്? നമ്മൾ ഈ കാണുന്ന ഈ ഒരു രൂപം എന്ന് പറയുന്നത് ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഈ ഒരു രൂപം ഫുൾ ഹാൻഡ് മെയ്ഡാണ്. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് അതായത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കുന്ന ലെൻസ്, ഈ പ്രൊജക്ടർ, അതേപോലെ വീൽസ്, ഉള്ളിലൊഴിക്കുന്ന ഡാഷ്ബോർഡ്, ഇതൊക്കെ ഓരോ കാറുകളുടെ അഡീഷണൽ എടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ബാക്കിയൊക്കെ അതുപോലെ ഈ DRL ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഈ വണ്ടിയുടെ ഓരോ പാർട്സും ഇതൊക്കെ ഈ ലംബോർഗിനി നേരിട്ട് കണ്ട് പഠിച്ച് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണോ? അയ്യോ, ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. നേരിട്ട് കണ്ടിട്ടുമില്ല. ഇതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കളിക്കുന്ന വണ്ടിയുണ്ട്, അത് നോക്കിയിട്ടാണ് ഈ ഒരു സ്ട്രെച്ചർ എടുത്തേക്കുന്നത്. ഈ ഒരു വണ്ടിയോടുള്ള ഈ അമിതമായിട്ടുള്ള ഒരു ഭ്രാന്ത് കണ്ട് വീട്ടുകാരെന്താ പറഞ്ഞത്? ഈ ഒരു വർഷം ഇതിന് സ്പെൻഡ് ചെയ്തതല്ലേ ഈ പണമൊക്കെ? വീട്ടുകാർ ചെറുതിലെ വീട്ടുകാർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ നിന്നൊന്നും പറയില്ല, എന്ത് ചെയ്യുമ്പോഴായാലും ഒന്നും വീട്ടിൽ നിന്ന് നെഗറ്റീവ് ഒന്നും പറയില്ല. ഓക്കെ നല്ലതാണെന്നുള്ളത് സപ്പോർട്ടും എല്ലാം ഉണ്ട് വീട്ടിൽ നിന്ന്. ആദ്യം ഇതെങ്ങനെയായി ഡിസൈനൊക്കെ എല്ലാം പേപ്പറിൽ ചെയ്തതിനു ശേഷമാണോ ഇത് പിന്നീട് തുടങ്ങിയത്? ഇതൊക്കെ ഫൈബർ ആണോ ഇത്? ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫൈബർ. പിന്നെ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മെറ്റലും ഉള്ളിലത്തെ സ്ട്രെച്ചർ ഫുള്ള് GI-ലുള്ള സ്ട്രെച്ചർ ചെയ്തെടുത്ത് അതിൻ്റെ മേലെ ഇത് ബോഡി ഫോം ഷീറ്റിൽ മോൾഡ് ചെയ്തെടുത്തിട്ട് ഫൈബറിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെ. ഇതെല്ലാം സരിൻ ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്തത്? ഒറ്റയ്ക്ക് തന്നെ, വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. അപ്പോൾ ഈ സരിൻ്റെ ഈ വാഹനത്തിന് നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ മുഴുവനും വലിയ ആരാധകരുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സരിന് ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. സരിന് എല്ലാവിധ ആശംസകളും. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.